ഓക്കെ അല്ലേ? ഉറപ്പിച്ചല്ല? ഞങ്ങൾക്ക് ഓക്കെ ഉണ്ടോ? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടല്ല, എൻ്റെ ഭാര്യയല്ലേ. അപ്പോ ഹസ്ബൻഡ് ബിസിനസ് ടൂറിലാന്ന് പറഞ്ഞ്? ബിസിനസ് ടൂറിലായിരുന്നു. പക്ഷെ ഒരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഇറങ്ങിത്തപ്പുണ്ട്. വേണ്ടെന്തോന്ന് പറയുമ്പോഴത് ഒറ്റ കിട്ടിയെന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് ഇപ്പോരാ. ഹസ്ബൻഡ് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ കൂടി ഇവിടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം പ്ലീസ്. ചേച്ചി ഞാൻ UK പോകാൻ വേണ്ടി ഇവിടെ ഒരു കോഴ്സ് പഠിക്കാൻ വന്നതാ. ഇതിന് കൊച്ചിയിലുള്ള കൂട്ടുകാരെ വരെ ഒരു റൂമിൽ ഇറക്കിട്ട് ചേച്ചി പ്ലീസ്. ചേച്ചി ഒരു പണി ചെയ്തോ, 2 റൂമും ചേച്ചി എടുത്തോ, 1 റൂം എനിക്ക് തന്നാൽ മതി. ആ 2 റൂമിന്റെ റെന്റ് ഞാൻ തരാം. പ്ലീസ് ചേച്ചി എനിക്ക് സഹായിക്കും ചേച്ചി. താൻ പുറത്തു നിന്നേ, പുറത്തു നിന്നേ. ഞാൻ കാത്തു നിൽക്കും. അതൊന്നും ശരിയാവില്ല. അതും എനിക്ക് അറിയാത്തൊരാള്. എടി അറിയാത്ത ഒരാളാണ് സേഫ്. അതൊന്നും ശരിയാവില്ല. എടി അതൊന്നും ഒരു കുഴപ്പമില്ല. നീ അത് ഓക്കെ പറയും. റെന്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? അതും വേറെ റൂമുമാണ്. മണ്ടനാണെങ്കിൽ നീ അങ്ങ് നിർത്തിക്കോ. ശരിയാണ്, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ സേഫാ. നീ ഒരു കാര്യം ചെയ്, അതെങ്ങനെയും സെറ്റാക്ക്. കാരണം നിനക്ക് അറിയാലോ, നാളെ ഒരു ദിവസം മാക്സിമം അതിന്റെ അപ്പുറത്തും പോകരുത്. ശരി, ഞാൻ ചേച്ചി അങ്ങോട്ടേക്ക് വിളിക്കാം. ഞാൻ ആളോടൊന്ന് സംസാരിക്കട്ടെ. ശരി. എടോ, എനിക്ക് പോണം. വേഗം തീരുമാനം പറ, ഇല്ലെങ്കിൽ വേറെ ആളുണ്ട്. അതെ, ഒന്ന് അകത്തേക്ക് വന്നേ. ഒരു മിനിറ്റ് കൂടെ. എന്തോന്ന് ഒരു മിനിറ്റ്? താൻ ബ്രാഹ്മണനാണോ? അത് എങ്ങനെ മനസ്സിലായി? ആനന്ദ് പോറ്റി ചേച്ചിയും ബ്രാഹ്മണിയാണോ? ഇവിടെ നോൺ വെജ് പറ്റില്ല കേട്ടോ. ഇല്ല, തീരെ ഇല്ല. അപ്പോ എല്ലാം ഓക്കെ അല്ലേ? അപ്പം എല്ലാം പറഞ്ഞതുപോലെ 10,000 രൂപ വാടക, 3 മാസത്തെ അഡ്വാൻസ്. പിന്നെ നാളെ വരുമ്പോൾ ആധാർ കാർഡിന് കോപ്പി. അയ്യോ, അത് നടക്കൂല. എൻ്റെ ആധാർ കാർഡ് മിസ്സായല്ലോ, കിട്ടാനേ 1 വീക്ക് എടുക്കും. അത് പ്രശ്നമാണല്ലോ. എന്നൊരു കാര്യം ചെയ്യും, മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതും ഇല്ലെങ്കിൽ കല്യാണത്തിൻ്റെ 2 പേരും ഒരു ഫോട്ടോ കൊണ്ടു. അയ്യോ ചേട്ടാ, ശരി, നാളെ. അല്ല വേറെന്തെങ്കിലും. UK പോണ ആൾക്ക് ആധാർ കാർഡ് ഇല്ലേ? ബസ്സിൽ വെച്ചേ പോക്കറ്റ് അടിച്ചതാ. എൻ്റെ ലൈസൻസ് വരെ പോയി. കേസ് കൊടുത്തിട്ടുണ്ട്, കിട്ടും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? തനിക്ക് എൻ്റെ കൂടെ നാളെ ഒരു സ്ഥലം വരെ വരാൻ പറ്റും. എവിടെ? ഫോട്ടോ ഒപ്പിക്കാൻ പറ്റുമെന്നും ഞാൻ നോക്കട്ടെ. സ്റ്റുഡിയോയിലോ? സ്റ്റുഡിയോയിലല്ല, സ്റ്റുഡിയോ പോയി പിടിക്കപ്പെടും. നമുക്കേ എല്ലാം കുറച്ച് ലൈവായിട്ട് പിടിക്കാം. എല്ലാം ഒറിജിനൽ ആയിക്കോട്ടെ. അവള് വരുവോടി? വരും. എൻ്റെ മാത്രം ആവശ്യമൊന്നുമല്ലല്ലോ, അവളുടെ കൂടി ആവശ്യമല്ലേ? എന്തായാലും വരും. കൊള്ളാവോ? നല്ല ഓവറായിട്ടുണ്ട്. ഓവറാവണം. ആളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ, ഒറിജിനൽ കല്യാണമൊന്നും അല്ലല്ലോ. അപ്പോൾ കുറച്ച് ഓവറായാലേ പറ്റുള്ളൂ, മനസ്സിലായോ? ഇതാണ് എന്നോട് ഞാൻ കല്യാണ വിഷയത്തിലല്ലേ വരാൻ പറഞ്ഞത്. ഇതെന്തോ മതി വീട്ടിലേക്കണ കോലത്തിൽ വന്നേക്കണം. ഇതൊക്കെ തന്നെ ധാരാളം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് വേണമെങ്കിൽ മതി. അതല്ല, ഞാൻ കല്യാണ ചെക്കനായില്ലേ, അതേപോലൊക്കെ ഒന്ന് വരാറൊന്നുമില്ല. ഇത് പിടിച്ച് അകത്ത് പോണ കേസാണ് 2. നാട്ടുകാർ വല്ലതും വരുന്നതിന് മുന്നേ എന്നിട്ട് സ്ഥലം വിടാൻ നോക്കാനുള്ള ഞാൻ പറയാവേ. വെയിറ്റ് 1 2 1
എല്ലാം എടുത്തിട്ടില്ലേ? കുറച്ച് സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ആ നമ്പർ തന്നില്ലേ, അവളെ ഒന്ന് വിളിച്ചാൽ മതി, അവളെ ഒന്ന് വണ്ടി എടുത്തോളൂ. ശരി ചേച്ചി. ഓക്കെ ഓക്കെ, പോണേ. ലിഫ്റ്റിൽ പോവച്ചേ. വേണ്ട വേണ്ട. ഹലോ, ആ ചേട്ടാ ഇറങ്ങുവാ, ഇപ്പൊ എത്തും. ആ എവിടെ പോയി കിടക്കാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലം നിന്നല്ലേ വരണേ? അവനിപ്പൊ വരും ചേട്ടാ, 1 മിനിറ്റ്. രാഘവലാകാറാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ആ കല്യാണ ഫോട്ടോ കാണിച്ചിട്ടേ ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറി. വിളിച്ചു നോക്കട്ടെ. എത്തി. വന്നു. ഇപ്പോഴാണോ വരുന്നത്? ബിസിനസ് ടൂറിലായിരുന്നു. ബിസിനസ് ടൂറാ? ഇന്നലെയല്ലേ നമ്മൾ കണ്ടത്? ബിസിനസ് ടൂർ പ്രിപ്പറേഷൻസ്. ഫുൾ ട്രാവൽ ആയോണ്ടേ ഫുൾ കൺഫ്യൂഷൻസാ. കാണിക്കേ. ഇത് ഈ അടുത്തെങ്ങനെ എടുത്താണല്ലോ? ഈ അടുത്ത ചേട്ടാ കല്യാണം കഴിഞ്ഞ. ഓ, ന്യൂ മാരീഡ് കപ്പിൾ എന്നൊരു കാര്യം ചെയ്യും. ഐശ്വര്യമായിട്ട് ആനന്ദും ഭാമയും കിഴക്കോട്ട് വന്നു നിന്ന് ഈ താക്കോൽ അങ്ങോട്ട് കൈപ്പറ്റും. ആനന്ദ് വരുന്നില്ലേ? അതെനിക്കെങ്ങനെ അറിയാനാ? ഓഹോ, ഞാനാണല്ലേ ആനന്ദ് പോറ്റി. ഇല്ലത്തെല്ലാരും പേര് കൂട്ടിയാണേ വിളിക്ക. എന്നാൽ ആനന്ദ് പോറ്റിയെ ഐശ്വര്യമായിട്ട് വന്ന് ഈ താക്കോൽ അങ്ങോട്ട് കൈപ്പറ്റിയ. കിഴക്ക പടിഞ്ഞാറ എവിടെ നിന്നെന്ന് വെച്ചാ വാങ്ങിക്കാലോ. രണ്ടുപേരും കൈ നീട്ടിക്ക്. കൈ നീട്ടാ വാങ്ങിക്ക. അയ്യേ,
ആൾക്കാരോട് നന്നായാൽ മതിയായിരുന്നു. ഹലോ, ആരാ? നീ മറന്നാടാ നമ്മളെയൊക്കെ? നീ മറന്നെങ്കിൽ നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. നിനക്കെന്റെ ചങ്കിനെ അടിച്ചിട്ട് UK പോണല്ലടാ. നിന്നെ ഞാൻ UK വിടാം. നീ എവിടെ? അയ്യോ ഏട്ടാ, അറിയാണ്ട് നിന്നെ ഞാൻ ഹലോ കേട്ടാ. ഹലോ